ഇവിടെ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കറിയാം, ക്രിസ്ത്യാനികൾക്കറിയാം, മുസ്ലിങ്ങൾക്ക് പലിശ പറ്റൂല. അത്രത്തോളം പലിശ ഹറാമാണ് എന്ന സന്ദേശം ഇവിടെ വ്യാപകല്ലേ അല്ലേ? ഏത് ഓണം കേറാ മൂലയിലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അറിയാം മുസ്ലിങ്ങൾക്ക് കള്ള് ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്, പലിശ ഹറാമാണ്, ബാങ്ക് പലിശ അവർ വാങ്ങൂല. ഇതൊക്കെ ഇന്ന് കള്ളു കുടിക്കുന്നവരുണ്ടാവൂലേ, പലിശ വാങ്ങുന്നവരുണ്ടാവൂലേ, വ്യഭിചരിക്കുന്നു, അത് വേറെ. പക്ഷെ ഇത് നമുക്ക് ഹറാമാണ് എന്ന കാര്യം എല്ലാ നാട്ടുകാർക്കും അറിയാം. അത്രമേൽ വ്യക്തമായ ഒരു കാര്യത്തെ സാമ്പത്തിക വൃത്തിയില്ലാതെ സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. സമസ്തയുടെ ഫറൂഖ് സമ്മേളനത്തിലെ 15 പ്രമേയങ്ങളിൽ ഒരു പ്രമേയം ഈ പലിശയെ നിസ്സാരവൽക്കരിക്കാനും ദുർവ്യാഖ്യാനം ചെയ്ത് ഹറാമായ പലിശ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് തീറ്റിക്കാനും ശ്രമിച്ചതിനെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു. 1964 വഖഫ് ബോർഡ് സമസ്തയോട് ഒരു ഫത്വ ചോദിച്ചു. അതൊക്കെ ഒരു അത്ഭുതമാണ്. വഖഫ് ബോർഡ് സമസ്തയോട് ഫത്വ ചോദിക്കുക എന്തിനെക്കുറിച്ച്? ബാങ്ക് പലിശയെക്കുറിച്ച്. അന്ന് സമസ്തയുടെ മിനിറ്റ്സിൽ കാണാം, ബാങ്ക് പലിശ പാടില്ല എന്ന് വഖഫ് ബോർഡിന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന്. സമസ്തയുടെ നിലപാടായിരുന്നു, സമസ്തയുടെ നിലപാടിന്റെ കൂടെയായിരുന്നു ജനങ്ങൾ. ഇവർക്കൊന്നും ലക്ഷ്യം അത് ആത്മീയതയോ ആത്മീയ വിശുദ്ധിയോ ദീനിൽ നസ്സായി അറിയപ്പെട്ട ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ലഘുവായി ഹറാമിനെ ഹലാലാക്കാൻ ശ്രമിച്ച ഒരു വിഭാഗമാണ് വഹാബികൾ, ബിദ്അത്തുകാര്. അത് തന്നെയല്ലേ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ ആകെ ഒന്നേ വേണ്ടു, പണം. അപ്പൊ അതിന് അവര് ബൈത്തുൽ മാല് അത് അവരുടെ ആളുകളുടെ സക്കാത്ത് പിരിച്ചെടുക്കാനാണ്. ഇനി പൊതുജനങ്ങളുടെ നാട്ടിലെ മുതലാളിമാരുടെ ഒക്കെ ഫണ്ട് വസൂലാക്കണം. അപ്പൊ അതിന് ബൈത്തു സക്കാത്ത് പുതിയ ഉണ്ടാക്കിയതാ അല്ലേ? അതിനെന്താണ് അവർ ഖുർആനിൽ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു. എന്താണ്? 8 വിഭാഗത്തിന് വഫീ സബീലില്ല. വഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ് അത് ഇസ്ലാമിക സംഘടനാ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്താമെന്ന് ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ടോ? ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാനം ഇവർക്ക് കൊണ്ടുവരാം. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞു അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, പടച്ച റബ്ബിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. ആ ധർമ്മസമരത്തിന് വേണ്ടി പങ്കെടുക്കുന്ന ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിലുള്ള പട്ടാളം, ശമ്പളം വാങ്ങാത്ത പട്ടാളക്കാർ, ശമ്പളം വാങ്ങാത്ത സൈനിക ഉദ്യോഗസ്ഥർ, അവർ സക്കാത്തിന്റെ അവകാശികളാണ്. അതിനപ്പുറത്ത് മാധ്യമ ദിനപത്രത്തിന്, മീഡിയ വൺ ചാനലിന്, സോളിഡാരിറ്റിക്ക്, SIOവിന്, പ്രബോധനത്തിന്, ജമാഅത്തെ ഇസ്ലാമിക്ക് കേസ് നടത്താൻ, വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, ഫണ്ടുണ്ടാക്കാൻ വേണ്ടി ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പൊതുജനത്തിനെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിക്കുന്ന ഈ തമ്മാടിത്തരം, അതിനേക്കാൾ പാവപ്പെട്ട ഫക്കീർ മിസ്കീന്മാരുടെ അവകാശമായ സക്കാത്ത് ആ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന കൊള്ള നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി. SKSSFന്റെ ചുണക്കുട്ടികൾ 3 മാസക്കാലം നടത്തിയ ആദർശ സമ്മേളനങ്ങൾ, ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ നമ്മളൊക്കെ വ്യാപകമായി നടത്തിയ അതേ ഘട്ടത്തിലായി പോയി ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത്. അതുകൊണ്ട് തന്നെ ആ ആദർശ സമ്മേളനത്തിന്റെ ശക്തമായ ആ ഒരു ജനസാഗരത്തിന്റെ പരന്നൊഴുക്കിൽ നമ്മുടെ വേദികളിലെ ആദർശ പ്രഘോഷണങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ ബൈത്തു സക്കാത്ത് ഒലിച്ചുപോയി. അവരുടെ ഒരു ലക്ഷ്യവും നേടാതെ പോയി. അതല്ലേ സംഭവിച്ചത്? ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ചാനലുകളിലൊക്കെ ചർച്ച, പൊതുചർച്ചകളൊക്കെ വന്നു. എന്താ ബൈത്തു സക്കാത്ത്? എന്തുകൊണ്ടാണ് സമസ്ത എതിർക്കുന്നത്? ഭൗതിക ലോകത്ത് ചില താല്പര്യത്തോടുകൂടെ രക്ഷപ്പെടാനൊക്കെ പലർക്കും സാധിക്കാം. ഇപ്പോ എനിക്കും എൻ്റെ മുതലാളിക്കും കൂടെ 550 എന്ന് പറഞ്ഞു നോക്കുക അല്ലേ? എത്രയെന്ന് ചോദിച്ചപ്പോൾ എനിക്കും മുതലാളിക്കും കൂടെ 550. ഇവനാകെ 5 റുപ്യ കിട്ടണുള്ളൂ. ബാക്കി 545 മുതലാളിക്ക. എനിക്കും എൻ്റെ മുതലാളിക്കും 550. അതിനാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി ആവശ്യപ്പെടാതെ തന്നെ വാരിക്കോരി ചൊരിഞ്ഞു കൊടുത്തത്. സത്യത്തിൽ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി ഇവിടെ രാഷ്ട്രീയം പറയല്ല. SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ നേടിയത് 2075 വോട്ടാണ്. വെൽഫെയർ പാർട്ടി ഒറ്റക്ക് മത്സരിക്കണമെങ്കിൽ അപ്പോൾ എത്ര വോട്ടാണ് ഉണ്ടാവുക? ആ ഉറത്തങ്ങണ്ട് വെളിവാവും.
അല്ലേ? നമുക്കറിയാലോ നാട്ടിലെ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തനം എത്രയാണ്, SDP നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ. സമസ്തക്ക രാഷ്ട്രീയമൊന്നുമല്ല, പക്ഷെ ഞങ്ങളൊക്കെ രാഷ്ട്രീയം നിങ്ങളെക്കാൾ പഠിച്ച ആളുകളാ. അത് നിരീക്ഷിക്കുന്ന ആളുകളാ, വായിക്കുന്ന ആളുകളാ, വിലയിരുത്തുന്ന ആളുകളാ. നിലമ്പൂര് ഭാഗത്ത് SDP ആകെ കിട്ടിയത് 2075 വോട്ടാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി മത്സരിച്ചാൽ നാട്ടിക ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞ ഒന്നുകൊണ്ട് മുറിയും. അപ്പൊ എനിക്കും എന്റെ മുതലാളിക്കും 550 പറയാ. എന്നിട്ട് വിശദീകരണവുമായി വരിക, ഞങ്ങൾ നിങ്ങളുടെ പിറകെയുണ്ടാകും, നിങ്ങളുടെ ഈ പൊള്ളത്തരങ്ങളെ മുഴുവനും ഞങ്ങൾ പൊളിച്ചെഴുതും. 1941 മാത്രം ഉണ്ടായ ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ പറയാം മൗദൂദിസം ഞങ്ങളുടെ അജണ്ടയല്ല. പിന്നെ എന്താ നിങ്ങളുടെ അജണ്ട? P. മുജീബ് റഹ്മാനാണ് പ്രസിഡന്റ്, മുജീബിസാണോ പിന്നെ നിങ്ങളുടെ അജണ്ട? നിങ്ങളുടെ ഇസം അല്ലെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ് നിങ്ങളുടെ മറ്റൊരു താത്വിക ആചാര്യൻ? അതാണോ നിങ്ങളുടെ ആ കാരക്കുന്നിസം? അതാണോ നിങ്ങളുടെ ഇസം? നിങ്ങൾ വ്യക്തമാക്കണം. പിന്നെ ജനങ്ങളെ പറ്റിക്കാൻ ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തും ഒരു വഴിയാണെങ്കിൽ എന്തിനാണ് അതിന് പ്രത്യേകമായ ഒരു പാർട്ടി, ഒരു സംഘടന? അതിനെന്തിനാ നിങ്ങൾക്കൊരു ചാനൽ? അതിനെന്തിനാണ് ഈ പച്ചയായ ഹറാമുകൾ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഖുർആനും സുന്നത്തുമാണെങ്കിൽ ഏത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ബൈത്തുൽ മാലും ബൈത്തുൽ സക്കാത്തും ഉണ്ടാക്കിയത്? നിങ്ങൾ സോളിഡാരിറ്റിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏത് ഖുർആൻ കൊണ്ടാ സുന്നത്ത് കൊണ്ടാ നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾ ഉണ്ടാക്കിയ പള്ളിയിൽ, നിങ്ങളുടെ പള്ളിയിൽ പലയിടത്തും നിങ്ങൾ ക്രിസ്മസ് ആഘോഷം നടത്തി. ഈ പറയുന്ന നിങ്ങളുടെ ഖുർആനും സുന്നത്തും വിടാത്ത ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയുടെ ഉള്ളിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു, പള്ളിയിൽ നടത്തിയ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഏത് ഖുർആനാ, ഏത് സുന്നത്താ നിങ്ങൾക്ക് തെളിവ്? കോഴിക്കോട് ജില്ലയിൽ ഒരു പള്ളിയുടെ മുകളിൽ ഫുട്ബോൾ ടർഫ് ഉണ്ടാക്കി, പള്ളിയുടെ മുകളിൽ ഒഴിഞ്ഞെടുക്കുക, അപ്പൊ ഫുട്ബോൾ ടർഫ് ഉണ്ടാക്കി. ഏത് ഖുർആനും സുന്നത്താ നിങ്ങൾക്ക് തെളിവ്? നമ്മുടെ നാട് മതേതരത്വത്തിന്റെ ഒരു ബഹുസ്വര രാജ്യമാണ്. ഇവിടെ ഓണാഘോഷം അതൊക്കെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ നടത്തുകയാണെങ്കിൽ എന്നാൽ നിങ്ങൾക്കല്ലോ ഓഡിറ്റോറിയത്തിൽ നടത്തിക്കൂടെ? അല്ലെങ്കിൽ വേറെ പൊതുസ്ഥലത്ത് നടത്തിക്കൂടെ? ക്രിസ്മസ് ആഘോഷം അതേപോലെ നിങ്ങൾക്ക് ജനങ്ങൾ കാണുന്നവിടുത്തെ അങ്ങാടിയിൽ നടത്തിക്കൂടെ? അള്ളാന്റെ പള്ളിയിൽ ആണും പെണ്ണും ഹിന്ദുവും ക്രിസ്ത്യാനിയും ശുദ്ധിയുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും പള്ളിയിലേക്ക് കയറ്റിയിട്ട് നമുക്കെല്ലാവർക്കും എപ്പോഴും പള്ളിയിൽ കയറാൻ പറ്റുമോ? നമുക്ക് പോലും പള്ളിയിൽ കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവൂലേ? പള്ളിക്കൊരു വിശുദ്ധിയില്ലേ? ഇല്ലേ? ആണുങ്ങളാണ്, കുളി നിർബന്ധമായ സമയത്ത് നമുക്ക് പോലും പള്ളിയിൽ കയറാനോ താമസിക്കാനോ പറ്റൂല. എന്നിട്ട് പിന്നെ സകല മതവിഭാഗക്കാരാണിനെ പെണ്ണിനെ ഹൈലുള്ളവരല്ലാത്തവരെ എല്ലാവരെയും ഒന്നിച്ച് പള്ളിയിൽ കയറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് വിശുദ്ധിയാണ്, എന്ത് ആദർശ വിശുദ്ധിയാണ്, എന്ത് ഖുർആനും എന്ത് സുന്നത്തുമാണ്? ഇത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളൊക്കെ ഈ പുതിയ കാലത്ത് പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടവരല്ല എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. എന്താണ് ഹറമിന്റെ മഹത്വം? എന്തിനാണ് ഹറം ഒരു വിശുദ്ധമായ മേഖലയായി പ്രഖ്യാപിച്ചത്? ഹറമിന്റെ പരിധിയിലേക്ക് അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല. മുസ്ലിങ്ങൾക്ക് തന്നെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് അവിടെ ചെയ്യേണ്ട ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഹറമിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കപ്പെടണം, പള്ളികളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കപ്പെടണം. എന്ത് പള്ളി, എന്ത് ദീന്, എന്ത് ഖുർആൻ, എന്ത് സുന്നത്ത്, എന്ത് ജുമുഅക്ക് സ്വാമിയെ കൊണ്ടുപോയി എടപ്പാളിലെ പള്ളിയിൽ എന്നിട്ട് മെമ്പറുമായി ഇരുത്തിയിട്ട് മൂപ്പരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. എന്തിനാണ് ഇത്ര വലിയ ഏടാകൂടം നിങ്ങൾ ചെയ്യുന്നത്? കാരണം നിങ്ങൾ ഹുക്കൂമത്തെ ഇലാഹിയാണ്, നിങ്ങൾ തീവ്രവാദത്തിന്റെ താത്വിക ആചാര്യന്മാരാണ്. കാരണം IS അബൂബക്കർ ബഗ്ദാദി IS പ്രഖ്യാപിച്ചപ്പോ അബൂബക്കർ ബഗ്ദാദി ആദ്യം ചെയ്ത ഒരു പ്രസംഗത്തിൽ പറയുന്നത് മൗലാന മൗദൂദിയുടെ ആശയങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതേപോലെ അവരുടെ മാനിഫെസ്റ്റോ കിതാബ് തൗഹീദ ഇബ്നു അബ്ദുൽ വഹാബിന്റെ അബൂബക്കർ ബഗ്ദാദിയെ കുറിച്ച് പല അഭിപ്രായങ്ങൾ ആരാവട്ടെ, അതിന്റെ പിന്നിൽ ജൂതന്മാരാണ്, ISന്റെ പിന്നിൽ, അതിന്റെ പിന്നിൽ അമേരിക്കക്കാരാണ്, എന്തോ ആവട്ടെ, ആരോ ആവട്ടെ, സയനിസ്റ്റുകളോ ഓറിയന്റലിസ്റ്റുകളോ പാശ്ചാത്യ ശക്തികളോ ആരാവട്ടെ, ഇസ്ലാമിന്റെ പേരിൽ ഒരു തീവ്ര അതിഭീകര സംഘടന ഉണ്ടാകുമ്പോ അവർക്ക് ഇസ്ലാമിന്റെ ആശയങ്ങൾ വാരിക്കോരി നൽകിയത് വഹാബിസവും മൗദൂദിസവുമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ
മൗദൂദികൾ പറയുന്നു ഞങ്ങൾ മൗദൂദിസമല്ല, വഹാബികൾ പറയുന്നു ഞങ്ങൾ വഹാബിസമല്ല. പിന്നെ രണ്ടു കൂട്ടരും പറയാം ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. എന്നാൽ നിങ്ങൾക്ക് മാന്യമായി മടങ്ങി വന്നൂടെ? എന്തിനാ ഈ ജനങ്ങളെ പറ്റിക്കുന്നത്? എന്തിനാണ് ഈ ചേരിതിരിവുണ്ടാക്കുന്നത്? ഈ മുഖ്യധാരയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ തെറ്റുകൾ തിരുത്തണം മാന്യമായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത് ഇതേപോലെ പല ആളുകളെ കൊണ്ടും തിരുത്തിപ്പിച്ചത് ശരിയായിരുന്നു എന്ന് പിന്നീട് പല ആളുകളും അംഗീകരിച്ചു. ചെറിയ ഉദാഹരണം പറയാ, MES-നെതിരെ സമസ്ത തീരുമാനമെടുത്തു. കാരണം MES-നെതിരെ തീരുമാനിക്കാൻ കാരണം MES ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റി എന്നൊരു സംവിധാനം ഉണ്ടാക്കി. ഇസ്ലാമും പുതിയ ലോകവും. അപ്പൊ പുതിയ ലോകത്തിനനുസരിച്ച് ഇസ്ലാം മാറണം. ഇസ്ലാമിന്റെ സ്ത്രീകളോടുള്ള പെണ്ണുങ്ങളോടുള്ള സമീപനം മാറണം. ഇസ്ലാമിന്റെ അനന്തരാവകാശത്തിൽ മാറ്റം വരുത്തണം. ഇസ്ലാം പറയുന്ന ബഹുഭാര്യത്വം മാറണം. ശരീഅത്ത് മാറണം. ശരീഅത്ത് പരിഷ്കരിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ശരീഅത്തിന് വിരുദ്ധമായി MES മുന്നോട്ട് വന്നപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1970-കളിൽ MES-നെതിരെ ശക്തമായി തീരുമാനമെടുത്തു, പ്രമേയം പാസാക്കി. ആ തീരുമാനം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സമസ്ത ഇങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ട്, നമ്മളും തീരുമാനിക്കണം, MES-മായി ബന്ധം വിച്ഛേദിക്കണം. മുസ്ലിം ലീഗിന്റെ അന്നത്തെ നേതാക്കൾ അല്ല, MES ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ്, നമുക്കത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല. സമസ്തയുടെ തീരുമാനം അന്നത്തെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ അങ്ങനെ അംഗീകരിച്ചു. MES-നെതിരെ മുസ്ലിം ലീഗും തീരുമാനമെടുത്തു. 2012 ജനുവരി മാസത്തിൽ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു വിദ്യാഭ്യാസ സെമിനാറിലാണെന്ന് തോന്നുന്നു MES-ന്റെ ഇന്നത്തെ ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂർ പങ്കെടുത്തു. ജാമിഅയുടെ അങ്കണത്തിൽ വന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ ഇന്ന് ജീവിച്ചിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ മുൻഗാമികൾ MES-ന്റെ ആളുകൾ ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റി എന്ന ആ സംവിധാനം അന്നുണ്ടാക്കിയതും അന്ന് വാദിച്ചതും ആ ഒരു വിവാദമുണ്ടാക്കിയതും അബദ്ധമായിരുന്നു, തികഞ്ഞ മണ്ടത്തരമായിരുന്നു എന്ന് ജാമിഅയുടെ തിരുമുറ്റത്ത് വന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ വന്ന് ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാന്യതയായി ഞങ്ങൾ കാണുന്നു. സമസ്ത തിരുത്തിയത് അത് പിന്നീടാണെങ്കിലും പിൻഗാമികൾക്കെങ്കിലും ബോധ്യപ്പെട്ടു. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ഇതാ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ നിങ്ങൾക്കെതിരെ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അങ്ങനെ പ്രഗത്ഭരായ നേതാക്കൾ, മഹാനായ നാട്ടിക ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിശക്തമായ ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും സംവാദങ്ങളും നിങ്ങൾക്കെതിരെ പേജുകളിലും സ്റ്റേജുകളിലും ഈ ഉമ്മത്തിനെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരാനും സാധിച്ചിട്ടില്ല. ഈ പ്രബുദ്ധമായ കേരളീയ സമൂഹത്തിൽ നിങ്ങൾക്ക് വേരുപിടിക്കാനും സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് വിദേശ പണം എത്ര ഒഴുക്കിയാലും, എത്ര സാഹിത്യങ്ങൾ IPH പുറത്തിറക്കിയാലും, നിങ്ങൾക്ക് എത്ര വലിയ ചാനൽ ഉണ്ടായാലും, എത്ര വലിയ പത്രങ്ങൾ ഉണ്ടായാലും, എന്തേ നിങ്ങൾക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കാതെ പോയത്? നിങ്ങളുടെ മുൻഗാമികൾക്ക് പറ്റിയ അബദ്ധമായിരുന്നു. അത് കൃത്യമായി ആത്മാർത്ഥമായി പറയാൻ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വരണം. ഇത് തന്നെയാണ് വഹാബിസത്തിന്റെയും അവസ്ഥ. ഞാനത് വിശദീകരിക്കുകയല്ല. സത്യത്തിൽ ഇപ്പൊ നമുക്കൊക്കെ ചിരി വരാറുണ്ട്. നിങ്ങളൊക്കെ യൂട്യൂബിൽ ശ്രദ്ധിച്ചാൽ മതി. മുജാഹിദ് വിഭാഗത്തിന്റെ ഒരു ആദർശ പരിപാടി, വിസ്ഡം ഗ്രൂപ്പ്, KNM, മർക്കസുദ്ദാവ, ഇത് 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ അവർ ആദർശ സമ്മേളനങ്ങൾ ഉണ്ടാവും. ഇത് ആദ്യം മുതൽ അവസാനം വരെ കേട്ടാൽ ചിലപ്പോൾ അങ്ങനെ ചിരി വരും. എന്താ ഇവർ ഈ പറയുന്നത്? എന്താണ് ഇവരുടെ ആദർശം? നമുക്ക് വലിയ കൗതുകം തോന്നി. എന്താണ് ഇവർക്ക് പറ്റിയത്? ഇത് ഈ സദസ്സ് എങ്ങനെയാണ് സഹിച്ചിരിക്കുന്നത്? കാരണം ഇപ്പോൾ ഒരു വിഭാഗം മറുവിഭാഗത്തെ മുശരിക്കാക്കാണ്, അവരിങ്ങോട്ട് കുഫ്രിയത്ത് ആരോപിക്കുക. ഇത് രണ്ടും ശരിയാണ്. കാരണം ഷിർക്കിന്റെയും കുഫ്രിയത്തിന്റെയും ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വാദങ്ങളാണ് ഇവർ പരസ്പരം വാദിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധജടിലമായ വാദങ്ങൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ ആദർശം മാറ്റേണ്ടി വന്നിട്ടില്ല. സമസ്തയുടെ ഏതെങ്കിലും ഒരു തീരുമാനം അത് തിരുത്തേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ മുൻഗാമികൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയെന്ന് പറയേണ്ടി വന്നിട്ടില്ല. കാരണം വാക്കോട് ഉസ്താദ് പറഞ്ഞതുപോലെ
ഇത് അള്ളാന്റെ ഔലിയാക്കളുടെ സംഘടനയാണ്. ആ ഔലിയാക്കളായ മഹാരഥന്മാർ നിരന്തരം ആലോചിച്ചൊരു തീരുമാനമെടുക്കുമ്പോ 100 വട്ടം ചിന്തിച്ച് ആലോചിച്ച് അവരൊക്കെ യോഗത്തിന് പോകുമ്പോ ഇസ്തിഖാറത്ത് ചെയ്ത് വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് ഒരു തീരുമാനമെടുക്കാറുള്ളത്. ആ കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യത്തിന് തീരുമാനത്തിന് പോകുമ്പോൾ വരക്കൽ പോകും, സിയാറത്ത് ചെയ്യും. ഇടിയങ്ങരയിൽ പോകും, സിയാറത്ത് ചെയ്യും. ചില ആളുകളൊക്കെ അതിനെ വിവാദാക്കാൻ നടക്കാറുണ്ട്. മുശാവറ യോഗത്തിന് മുമ്പ് ഉസ്താദുമാരെ ഇടിയങ്ങരയിൽ കണ്ടു, വരക്കൽ കണ്ടു. അത് രഹസ്യയോഗമാണ്. രഹസ്യയോഗം തന്നെയാണ്. കാരണം രഹസ്യമായി വരക്കല തങ്ങളുപ്പാപ്പയോടും ബഹുമാനപ്പെട്ട ശംസുലുലമയോടും ശംസുലുലമ ഇടിയങ്ങര ശൈഖ് തങ്ങളോട് രഹസ്യ സംഭാഷണം നടത്തിയിരുന്നു. അതൊക്കെ കേട്ട ആളുകളുണ്ട്. അവിടെ പോയി ഇങ്ങനെ സംസാരിക്കുക ചെയ്യാന്നാ. ശംസുലുലമ ഇടിയങ്ങര ശൈഖ് തങ്ങളുടെ തലക്കും ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ വർത്താനം പറയാ ചെയ്യുക. അങ്ങനെ തന്നെയാണ് സമസ്ത തീരുമാനമെടുത്തത്. അതുകൊണ്ട് സമസ്തയുടെ തീരുമാനങ്ങൾ പാളൂല. അതൊക്കെ ശരിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ബോധ്യപ്പെടുന്ന ഒരു സമയം വരും. ഇതാണ് സമസ്തയുടെ ചരിത്രം. അതുകൊണ്ട് സമസ്തയെ ആരും ചെറുതായി കാണേണ്ടതില്ല. സമസ്തയെ കൊച്ചായി കാണാൻ ആർക്കും കഴിയൂല. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു വിശുദ്ധി ആദ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇത് തൊട്ടാൽ പൊള്ളും. ഇത് അള്ളാന്റെ ഔലിയാക്കളാണ്. ഇത് മഹാന്മാരായ സ്വാലിഹീങ്ങളാണ്. അവരെ വേദനിപ്പിച്ചാൽ, അവരെ പ്രയാസപ്പെടുത്തിയാൽ അതിൻ്റെ ഗൗരവം വളരെ വലുതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാണിയൂർ ഉസ്താദ് വഫാത്തായി പോയി. മാണിയൂർ ഉസ്താദിനോടുള്ള ഒരു അഭിമുഖത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന പറയുന്നുണ്ട്, നിങ്ങളെ സമസ്തയുടെ മുശാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്താ തോന്നിയത്? അപ്പൊ ശൈഖുന പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നോട് ആദ്യം സമ്മതം ചോദിച്ചിരുന്നുവെങ്കിൽ ഞാനത് സമ്മതിക്കുമായിരുന്നില്ല. കാരണം ഞാനതിന് യോഗ്യനല്ല. പക്ഷേ പിന്നെ ഞാൻ സന്തോഷവാനായത് മുശാവറ എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയമായ ഒരു സംഗമമാണ്. മഹാന്മാരുടെ കൂടെ പോയിരിക്കാലോ. അവിടെ മഹാന്മാരാണ് ഒരുമിച്ച് കൂടാറുള്ളത്. മഹാന്മാരുടെ കൂടെ പോയി ഇരിക്കാനുള്ള ഒരു അവസരമാണല്ലോ, അതൊരു ആത്മീയ സദസ്സിലേക്ക് പോകാനുള്ള വഴിയാണല്ലോ എന്ന സന്തോഷമാണ് എനിക്കുണ്ടായത് എന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുന മാണിയൂർ ഉസ്താദ് പറഞ്ഞത്. ഞങ്ങളുടെ ജില്ലയിലെ സമസ്തയുടെ പ്രസിഡന്റായിരുന്നു താജു സാദാത്ത് സെയ്ദ് KPC തങ്ങൾ, അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, വഫാത്തായി 1 വർഷമായി. ശൈഖുന നെല്ലായ ഉസ്താദും തങ്ങളുപ്പാപ്പയും ഒന്നിച്ചാണ് മുശാവറക്ക് പോവുക. തങ്ങളുപ്പാപ്പ പറയാറുണ്ട്, ഞങ്ങളൊക്കെ ഉളുവോടുകൂടെയാണ് മുശാവറയിൽ ഇരിക്കുക. ഉളു ഇല്ലാതെ മുശാവറയിൽ ഇരിക്കാറില്ല. അത്ര സൂക്ഷ്മതയോടുകൂടെ മുശാവറക്ക് പോകുന്നത് ഒരു ആത്മീയമായ ഒരു സംഗമത്തിനാണ് എന്ന വിശ്വാസത്തോടെ പങ്കെടുക്കുന്ന മെമ്പർമാർ. അവരുടെ തീരുമാനങ്ങളെയൊക്കെ നമ്മൾ കൊച്ചായി കണ്ടാലോ? ഏത് വിഷയത്തിലാണെങ്കിലും ബഹുമാനപ്പെട്ട സമസ്ത ഒരു വിദ്യാഭ്യാസത്തെയും നശിപ്പിക്കാനോ തകർക്കാനോ ഒരുങ്ങി പുറപ്പെട്ടതല്ല. ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് സമസ്തയുടെ തണലിലല്ലേ? അപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്നത് ജമിയത്തുൽ മുദരിസീന്റെ 2019 കണക്ക് പ്രകാരം കേരളക്കരയിലെ ദർസുകളിൽ 19,700-ലധികം മുത്താലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ചെറിയ കാര്യമല്ല ഇത്. അറബി കോളേജുകളല്ല, ദഅവ കോളേജുകളല്ല, മതവിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങളല്ല, ജാമിയ ജൂനിയർ കോളേജുകളല്ല, ദാറുൽ ഹുദ സ്ഥാപനങ്ങളല്ല, കേവലം പള്ളി ദർസുകൾ. കേരളക്കരയിൽ 19,700-ലധികം മുത്താലിമീങ്ങൾ 2 വിദ്യാഭ്യാസവും പള്ളി ദർസുകളിൽ പഠിക്കുന്നത് ഈ 2019 കണക്കാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പൊ കൂടിയിട്ടുണ്ടാകും. ഈ ഒരു സംവിധാനം സമസ്തക്ക് നിലനിർത്തി പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസവും അതിലേക്ക് ജനങ്ങളും പുതിയ വിദ്യാർത്ഥികളും ആകർഷിക്കുന്ന കാലത്ത് ഈ പാരമ്പര്യം നിലനിർത്താൻ ഈ മുത്താലിമീങ്ങളുണ്ട്, 10,000-കണക്കിന് മുത്താലിമീങ്ങൾ. അതിനപ്പുറത്താണ് ഈ ജൂനിയർ കോളേജുകളിലെയും ദഅവാ സ്ഥാപനങ്ങളിലെയും മറ്റുള്ള ബിരുദം നൽകുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ ബിരുദം നൽകുന്ന മറ്റു സ്ഥാപനങ്ങളിലെ നമ്മുടെ മുത്താലിമീങ്ങൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ഫളീല സ്ഥാപനങ്ങൾ, SNEC-യുടെ പുതിയ സംവിധാനം കേവലം 2 വർഷമേ ആയിട്ടുള്ള 50-ലധികം സ്ഥാപനങ്ങളായി. സനാഇയ ബിരുദം വിദ്യാഭ്യാസ ബോർഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ദാറുൽ ഹുദയുടെ സംവിധാനങ്ങൾ, ജാമിയ റഹ്മാനിയ, കടമേരി സ്ഥാപനങ്ങൾ, നന്ദി ദാറുസലാമിന്റെ സ്ഥാപനങ്ങൾ, യമാനിയ സ്ഥാപനങ്ങൾ, നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ നിരവധി സ്ഥാപനങ്ങൾ. UM ഉസ്താദ് നേതൃത്വം നൽകുന്നു.
നേരത്തെ ബഹുമാനപ്പെട്ട CM ഉസ്താദ് നേതൃത്വം നൽകിയത്, കാസിം ഉസ്താദ് നേതൃത്വം നൽകിയത്. ഇന്നും ഈ സദസ്സിലെ മഹാന്മാർ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഈ മുത്തഅല്ലിമീങ്ങളെയൊക്കെ ആദർശ പടയാളികളായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ വളർത്തിക്കൊണ്ടുവരിക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളറിയോ, ഈ അടുത്ത കാലഘട്ടത്തിൽ വഹാബികൾ വേദനയോടുകൂടി അവരെ ലേഖനങ്ങൾ എഴുതി ഒരു ചർച്ച നടത്തി. എന്താ കാര്യം? നമുക്ക് ആകളുള്ള അഫ്ദലുൽ ഉലമാ കോളേജുകളാ, ആഴത്തിൽ ദീൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കില്ല. ജമാഅത്തേർക്കും ഇല്ല, മുജാഹിദിനും ഇല്ല. മുജാഹിദിന് സുല്ലമുസ്സലാം അറബി കോളേജ് ഉണ്ട്, റൗദത്തുൽ ഉലൂം അറബി കോളേജ് ഉണ്ട്, മദീനത്തുൽ ഉലൂം ഉണ്ട്. എവിടെ? എടവണ്ണയില്, പുളിക്കല്, അതേപോലെ പല സ്ഥലങ്ങളിലും. എന്താ ഇവിടെയൊക്കെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. അഫ്ദലുൽ ഉലമാ, BA അറബിക്ക്, MA അറബിക്ക്, ജമാഅത്തെ ഇസ്ലാമിയുടെ ശാന്തപുരം, അതാ ഏറ്റവും വലിയ കലാലയം. എന്താ അവിടെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. 10ാം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ആഴത്തിൽ ദീൻ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ആൺകുട്ടികളുടെ ഒരിക്കലും, പെൺകുട്ടികൾക്കുണ്ടോ? ആരല്ല, പെൺകുട്ടികളെ വലിയ ആളുകൾ, പെണ്ണുങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം നൽകുന്ന ആളുകൾ. ഞാൻ വിളിച്ചു ചോദിച്ചു, ഇപ്പൊ ഈ പുതിയ അധ്യയന വർഷത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ശാന്തപുരത്തേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയെ നമുക്ക് ഫാദിലുള്ളതുപോലെ, അതേപോലെ നിരവധി സ്ഥാപനങ്ങൾ നമുക്കുള്ളതുപോലെ എന്തെങ്കിലും കോഴ്സ് ഉണ്ട്, കിതാബ് ഒന്നും കോഴ്സ് ഇല്ല. അഫ്ദലുൽ ഉലമാ കോഴ്സ് ഉണ്ട് എന്നാണ്. ഈ അഫ്ദലുൽ ഉലമാ കോഴ്സിന്റെ ചരിത്രം നിങ്ങൾക്കറിയോ? 1995-96 കാലഘട്ടത്തിൽ SKSSF ശക്തമായി സമരം ചെയ്തൊരു വിഷയ. എന്തിനാണെന്നറിയോ? അഫ്ദൽ ഉലമാ സത്യത്തിൽ അതിന്റെ സിലബസ് ഉണ്ടാക്കിയതൊക്കെ ഈ വഹാബി മൗലവിമാരാ, പ്രിലിമിനറിയും ഫൈനലും ഒക്കെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ അറബിക് വിഭാഗം അവരുടെ കയ്യിലായിരുന്നു. ഈ അഫ്ദലുൽ ഉലമാ കോഴ്സിന്റെ സിലബസിലൂടെ മുജാഹിദ് ആശയം പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റി തന്നെ ഒരു കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം അഫ്ദലുൽ ഉലമയെ BA അറബിക്കിന് തുല്യമാക്കാൻ തീരുമാനിച്ചു. അപ്പൊ സകല മുജാഹിദ് അതിനെതിരെ എതിർത്തു. എന്താ BA അറബിക്കിന് തുല്യാക്കിയാൽ? അഫ്ദലുൽ ഉലമാ കോഴ്സിൽ ഇംഗ്ലീഷ് പഠിക്കണം. അഫ്ദലുൽ ഉലമാ കോഴ്സിൽ BA അറബിക്കിന് ഒരു കുട്ടി പഠിക്കുന്നത് പോലെ BA 3 വർഷമാണെന്ന്, ആ 3 കൊല്ലവും ഇംഗ്ലീഷ് പഠിക്കണം, ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കണം, 1ാം ലാംഗ്വേജ് 2ാം ലാംഗ്വേജ് അങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പൊ അതിനെതിരെ അത് പാടില്ല, പഴയ പോലെ ആവണം അഫ്ദലുൽ ഉലമാ. അതിനെതിരെ സമരം ചെയ്ത ആളുകളാ വഹാബികൾ. പക്ഷേ അന്ന് SKSSFന്റെ തുണക്കുട്ടികൾ അഫ്ദലുൽ ഉലമാ കോഴ്സിന്റെ കൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതിനെ BA അറബിക്കിന് തുല്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, മറ്റുള്ള ഡിഗ്രി കോഴ്സുകൾക്ക് പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് പോലെ അഫ്ദലുൽ ഉലമാ BA കോഴ്സിനും ആ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് SKSSF സമരം ചെയ്തു. ആ സമരത്തിലൂടെ യൂണിവേഴ്സിറ്റിക്ക് അത് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇംഗ്ലീഷ് ഇവിടെ പഠിപ്പിക്കണം, മുജാഹിദിനും പഠിപ്പിക്കണം, ജമാഅത്തെ ഇസ്ലാമിക്കും പഠിപ്പിക്കണം, അഫ്ദലുൽ ഉലമാ പഠിക്കുന്ന ആളുകൾക്കൊക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത സംഘടനയാണ് SKSSF. എന്നിട്ട് ഞങ്ങളെക്കുറിച്ച് പറയും ഇവർ വിദ്യാഭ്യാസത്തിനെതിരാണ്, ഇംഗ്ലീഷിനെതിരാണ് എന്നൊക്കെ. അപ്പൊ പലയിടത്തും നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ മക്കളാ, ഞങ്ങളെ ദർസുകളിലും അറബി കോളേജുകളൊക്കെ പഠിച്ച മിടുക്കന്മാരായ മക്കളാ. ഇപ്പൊ ഓരോ യൂണിവേഴ്സിറ്റി റാങ്ക് പുറത്തു വരുമ്പോ അതിന്റെ പട്ടികയിൽ നമ്മുടെ കുട്ടികളാ. ഈ തരത്തിലേക്ക് നമ്മുടെ മക്കൾ ഒരുപാട് ബഹുദൂരം മുന്നോട്ട് പോയി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ അതിന്റെ പ്രയാണം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും വളരെ ആധുനികമായ ചിന്തയോടുകൂടെ തന്നെ. നിങ്ങൾക്കറിയാമല്ലേ, 27 രാജ്യങ്ങളിലാണ്, 27 രാജ്യങ്ങളിലെ കുട്ടികളാണ് ഇംഗ്ലീഷ് മീഡിയത്തിലൂടെയും അതേപോലെ മലയാളം മീഡിയത്തിലൂടെയും ഒക്കെ പഠിപ്പിക്കുന്ന ഓൺലൈൻ മദ്രസയിൽ 10,000-ലധികം കുട്ടികളാണ് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10-ലധികം ഭാഷകളിലൂടെ സമസ്ത അതിൻ്റെ മദ്രസ പാഠപുസ്തകങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്തയെ ജനങ്ങൾ സ്വീകരിക്കുകയാണ്, സമൂഹം സ്വീകരിക്കുകയാണ്, സമസ്ത വളരുകയാണ്, ശക്തിപ്പെടുകയാണ്, സമസ്തയുടെ പ്രസ്ഥാനങ്ങൾ അത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ നമ്മുടെ ജാരിയ വിജയിപ്പിച്ച മക്കൾക്കാണ് ഇവിടെ സമ്മാനം നൽകിയത്. ഈ പ്രതിസന്ധിയുടെ മലവെള്ളപ്പാച്ചിലുകൾ കുതിച്ചു വരുന്ന ഘട്ടത്തിൽ സമസ്തയെ SKSSFനെ എല്ലാ ഭാഗത്തു നിന്നും കുത്തി നോവി ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ, സംഘടനയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ ഘട്ടത്തിൽ ജാരിയ പ്രഖ്യാപിച്ചപ്പോൾ പലരും പറഞ്ഞു
50 ലക്ഷത്തിന് അപ്പുറം ഇത് ഒരിക്കലും മുന്നോട്ട് പോകൂല എന്ന്. കാരണം അവരെ വിചാരം എന്താണെന്നറിയോ, ഈ മൊയ്ലിയന്മാര് കോടികൾ ഏതായാലും കണ്ടിട്ടില്ല. ഇനി ലക്ഷങ്ങൾ കണ്ടവരാണെങ്കിലും ഞാൻ എത്ര ഇപ്പോൾ കൊടുക്കും, ഓല പോക്കറ്റിലൊക്കെ ഇപ്പം എത്ര ഉണ്ടാകുക? ശരിയാണ്, ഞങ്ങളുടെ പോക്കറ്റുകളിൽ 100, 500, 1000 അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ 100കളും 500കളും 1000കളും കൂടിയാൽ അത് കോടികളായി മാറുമെന്ന് ഒരൊറ്റ മാസം കൊണ്ട് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് SKSSF എന്ന് പറയുന്ന ഈ പഞ്ചാക്ഷരി. നിങ്ങൾ എന്താ സ്വപ്നം കണ്ടത്? ഇത് ചൂരൽ മലയിലെ ഉരുൾപൊട്ടലുണ്ടായപ്പോ ഒരു വികാരത്തിലുണ്ടായ ജാരിയയല്ല. ഇത് ഒരു കോവിഡ് മഹാമാരിയിൽ ജനങ്ങളുടെ ഒരു പെട്ടെന്നുള്ള ഒരു ഷോക്കിലുണ്ടായ ഒരു റിലീഫിന് വേണ്ടിയുള്ള ഒരു ജാരിയയല്ല. ഇത് ഒരു കൃത്യമായ ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച ഒരു വൈകാരികതയും ഒരു അങ്ങനെയുള്ള ഒരു പ്രത്യേക അന്തരീക്ഷവും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ, സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ ഈ മക്കളുടെ ഓരോ നാട്ടിൻപുറത്തെ ഓരോ യൂണിറ്റുകളിലെ മഹല്ലുകളിലെ ബക്കറ്റ് പിരിവിലൂടെയും അവരുടെ ഗൂഗിൾ പേയിലൂടെയും ഉള്ള 10 രൂപയും 5 രൂപയും 100 രൂപയും അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചു ചേർന്നപ്പോഴാണ് ഇത് കോടികളായത്. ഇൻഷാ അല്ലാഹ് 10 കോടിയോട് ഇത് മുട്ടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ആപ്പ് തൽക്കാലം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ആപ്പൊന്നും ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ, സാധുക്കൾ, ഇതൊന്നും അറിയാത്ത ആളുകൾ, അവര് സംഭാവനകൾ തന്നുകൊണ്ടിരിക്കുകയാ. ഇൻഷാ അല്ലാഹ് ഈ 10 കോടി എന്ന് പറഞ്ഞാൽ അത് കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു സന്ദേശമാണ്, കേവലം ഒരു ഉറുപ്പികയുടെ വലുപ്പമല്ല. സംഘടന ശക്തിപ്പെടുകയാണ് എന്നതിന്റെ അടയാളമാണത്. ഇൻഷാ അല്ലാഹ് ഈ പ്രസ്ഥാനത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ അന്താരാഷ്ട്ര സമ്മേളനമായി കേരളക്കരയാകെ ഈ കാസർകോട്ടെ നമ്മുടെ കുണിയയിലേക്ക് ഒഴുകി വരുമ്പോ, ഇൻഷാ അല്ലാഹ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വരുമ്പോ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സമസ്തയുടെ ഈ വിളിയാളം കേട്ട ആളുകൾ കടന്നു വരുമ്പോ അവരെ സ്വീകരിക്കാനും അവരെ ആതിഥ്യമരുളാനും ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ഒരു കാവലായി ഏത് വലിയ മാലപ്പടക്കങ്ങൾ വന്നാലും, ഏത് വലിയ ആറ്റം ബോംബുകൾ വന്നാലും, ഏത് വലിയ പ്രതിസന്ധികളുടെ കൂരമ്പുകളുടെ, ഏത് വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ വന്നാലും ഞങ്ങളുടെ കൂടെ അള്ളാന്റെ ഔലിയാക്കളുടെ അയൺ ഡോമുകളുണ്ട് എന്ന ആ വിശ്വാസത്തോടുകൂടെ ഈ SKSSF എന്ന പ്രസ്ഥാനം ഈ സമസ്തക്ക് കാവൽ നിൽക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ദുന്നവിയായ കുതന്ത്രങ്ങളെ കൊണ്ട്, ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ പൊളിക്കാൻ കഴിയൂല, അത് ഉറപ്പാണ്. താൽക്കാലികമായ ചിലപ്പോൾ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അത് ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയാണ്, ആദർശത്തിന്റെ ചരിത്രം അങ്ങനെയാണ്, അമ്പിയാക്കളുടെ ചരിത്രം അങ്ങനെയാണ്. വേദന, നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇപ്പൊ അങ്ങനെ വേദനിക്കാണ് അല്ലേ? കല്ലേറും ആക്ഷേപവും ഇതല്ലേ നമ്മുടെ മുൻ അമ്പിയാക്കൾ മുതൽ നമ്മുടെ മഹാന്മാരുടെ ഒക്കെ ചരിത്രം, ദീനി ദഅവത്ത് നടത്തിയവരുടെ ചരിത്രം. ആ കല്ലേറുകളും ആ ആക്ഷേപങ്ങളും ആ ശകാരങ്ങളും കുത്തുവാക്കുകളും പൂമാലകളെപ്പോലെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ നേതാക്കൾ നമുക്ക് നേതൃത്വം നൽകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. വളരെ സൂക്ഷ്മതയോടുകൂടെ, യാതൊരു പ്രകടന പരതയുമില്ലാതെ. ഞാൻ ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല. റെയിൽവേ സ്റ്റേഷനിൽ സാലുദ് നിസാമിയുടെ നേതൃത്വം നമ്മുടെ SKSFന്റെ പ്രവർത്തകർ വാക്കോട് ഉസ്താദിനെ സ്വീകരിക്കാൻ വന്നപ്പോൾ ഒരു ഷാൾ ഇട്ട് കൊടുത്തു. അപ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വാഹനത്ത് ഇറങ്ങുമ്പോൾ ഉസ്താദ് ഷാൾ ഇങ്ങനെ കൈ പിടിച്ചിക്കാണ്. ഞാനൊക്കെ എപ്പോഴും ഷാൾ ഇടുന്ന ആളാണ്, പക്ഷെ ഉസ്താദ് ഇങ്ങനെ കൈ പിടിച്ചിക്കാണ്. ഉസ്താദ് ഷാൾ ഇടാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് ഷാളൊന്നും ഇട്ടാ സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് അത് ഇട്ടത്. ഇതാണ് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ. ആരും അറിയരുത് ഒരു വരവും പോക്കും. ഭൂമി അറിയാതെ അത്രമേൽ വിനയാന്യുതരായി ഉസ്താദിനെ ക്ഷണിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ മൗലാന KT മാനു മുസ്ലിയാർ എന്ന മഹാരഥന്റെ പിന്മുറക്കാരൻ എന്ന്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. KT ഉസ്താദിന്റെ കൈ പിടിച്ച് മുത്താൻ ശ്രമിച്ചാൽ അതിന് സമ്മതിക്കൂല. KT ഉസ്താദും അങ്ങനെ തന്നെയായിരുന്നു. ഒരു വലിയോ ഒന്നും ഉണ്ടാവൂല. ഒരു സാധാരണക്കാരനെ പോലെ നമുക്കിടയിൽ ജീവിച്ച സമസ്തയുടെ പാരമ്പര്യം ഞങ്ങളൊരിക്കൽ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ 12ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ പ്രവർത്തനം.
ഇങ്ങനെ തന്നെ മരിക്കണമെന്നാണ് ആഗ്രഹം. അന്നും ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികൾ പറയുമ്പോൾ നിരാശയുണ്ടാകേണ്ട ഘട്ടത്തിൽ പറഞ്ഞു ഇങ്ങനെ മരിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ തന്നെ മരിച്ചു. ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് ജമിയത്തുൽ മുഅല്ലിമീന്റെ ആ വാർഷിക മഹാസമ്മേളനത്തിന് ഗോൾഡൻ ജൂബിലിക്ക് വന്ന് ഉളൂഓടുകൂടെ അന്നും മഗ്രിബും ഇശാവും ഒക്കെ ജമാഅത്തായി ഉസ്താദുമാരോട് കൂടെ നിസ്കരിച്ച് യാത്ര പറഞ്ഞു പോയ ഉളൂഓടുകൂടെ കലിമ ചൊല്ലി വഫാത്തായി പോയ KT ഉസ്താദ്. ഇത് തന്നെയാണ് സമസ്ത, ഇതന്നെയാണ് സമസ്തയുടെ പാരമ്പര്യം. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് ഭൗതിക താല്പര്യങ്ങളല്ല, ഭൗതികമായ ഭീഷണികളല്ല നമ്മെ പിന്തിരിപ്പിക്കുന്നത്, ഭൗതികമായ പ്രലോഭനങ്ങളല്ല നമ്മെ താല്പര്യപ്പെടുത്തുന്നത്, ഭൗതികമായ പ്രകോപനങ്ങളല്ല നമ്മെ പിന്തിരിപ്പിക്കുന്നത്. ഈ SKSSFന്റെ ഊർജം, ഇതിന്റെ തലപ്പത്തുള്ള രണ്ടക്ഷരമാണ് സമസ്ത കേരള. സമസ്ത നമ്മുടെ വികാരമാണ്, ആവേശമാണ്, അത് നമ്മുടെ ആദർശമാണ്, നമ്മുടെ നിലപാടാണ്. ആ സമസ്തക്ക് ഒരു കോട്ട പോലെ കാവലായി ഏത് പ്രതിസന്ധികളുടെ മുന്നിലും കാസർഗോഡ് ജില്ല SKSSF ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രചരണത്തിനൂടെ തുടക്കം കുറിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. ഈ വാരിക്കോരി ചൊരിയുന്ന മഴക്കാലത്തും നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾ നിറഞ്ഞ സദസ്സുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സംഘാടകർക്ക് എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.